നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏയ്, സങ്കടപ്പെടുകയൊന്നും വേണ്ട. ആള് കുറച്ചു കഴിയുമ്പോ പഴയതുപോലെ ആക്റ്റീവ് ആവും. ഇപ്പൊ ഒരാളുടെ ശ്രദ്ധ വേണമെന്നേ ഉള്ളൂ. ഞാൻ നോക്കിക്കോളാം. എന്നാ ഞാൻ അറിയിക്കോട്ടെ. വലിയൊരാപത്താ ഒഴിഞ്ഞു പോയത്. കൃത്യസമയത്ത് നീ എത്തിയില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? ആ നേരത്ത് നിന്നെ ഇവിടെ എത്തിച്ചത് ദൈവമാണ്. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നാലും ഈ അപകടം എങ്ങനെ സംഭവിച്ചു? അച്ഛാ, ഇത് അപകടമൊന്നുമല്ല. പിന്നെ ഇത് ആസൂത്രിതമായ കൊലപാതക ശ്രമമായിരുന്നു. അതിൽ നിന്ന് ഞാൻ പാർവതിയെ രക്ഷിച്ചത്. കൊലപാതക ശ്രമം? അതെ, അതിനാണ് സാധ്യത. അതെങ്ങനെ പറയാനാവും? ഇവിടെ ആരാ പാർവതിയെ കൊല്ലാനും മാത്രം ശത്രുക്കളായിട്ടുള്ളത്? ലക്ഷണം കണ്ടിട്ട് പുറത്തുനിന്ന് ആരും ഇങ്ങോട്ട് വന്നതായിട്ടും കാണുന്നില്ല. അല്ല, ഇത് വളരെ പഴയ വീടല്ലേ? ചിലപ്പോ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീ പടർന്നായിരിക്കും. ഏയ്, നോ നോ നോ, ഇതേ മർഡർ അറ്റംപ്റ്റ് തന്നെയാണ്. അതെനിക്ക് ഉറപ്പാ. അതെന്തിനു ചെയ്തുവെന്നും ആരാ ചെയ്തതെന്നും എനിക്ക് നന്നായി അറിയാം. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? അത് ഞാൻ പറയാം. ഞാൻ വന്ന് കാണുമ്പോ പാർവതി ഉണ്ടായിരുന്ന മുറി പുറത്തു നിന്ന് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പാർവതിയെ അകത്താക്കി മുറി പുറത്തു നിന്ന് പൂട്ടണമെങ്കിൽ അതൊരു കൃത്യം പ്ലാൻ അല്ലേ? പാർവതി അകത്താക്കി പൂട്ടിയിട്ട് പുറത്തു നിന്നും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി അവളെ കൊല്ലാൻ ശ്രമിച്ചു. അതാ ആ സിറ്റുവേഷനിൽ നിന്നും എനിക്ക് മനസ്സിലായത്. അമ്മയെ കൊന്നത് ആരാണോ അവർ തന്നെയായിരിക്കും പാർവതിയെ കൊല്ലാൻ ശ്രമിച്ചത്. ഏതായാലും അവര് ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ട്. അവരെ കണ്ടെത്താനുള്ള ഞങ്ങളുടെ ശ്രമം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അമ്മയുടെ വിരലടയാളം കിട്ടിയാൽ ആ മെമ്മറി കാർഡിനുള്ളിലെ രഹസ്യം നമ്മൾ അറിയുമെന്ന് അവർക്ക് വ്യക്തമായി. അതുകൊണ്ട് അവര് പാർവതിയെ കൊല്ലാൻ ശ്രമിച്ചത്. ആരായാലും ശരി, അവരെ ഞാൻ വെറുതെ വിടില്ല. എവിടെ മറഞ്ഞിരുന്നാലും അവരെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അവളുടെ അന്ത്യം കുറിക്കുന്ന ഒരു ദിവസം ഉടനെ വരും മോളെ. പക്ഷേ അതുവരേക്കും നീയും വിശാലും വളരെയേറെ ശ്രദ്ധിക്കണം. എന്നെ കൊലപ്പെടുത്തിയതുപോലെ അവള് നിങ്ങളെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അനുഭവം നീ ഇപ്പൊ അറിഞ്ഞതല്ലേ?
അതുകൊണ്ട് കരുതിയിരിക്കണം. വിശാല് ഇതൊന്നും അറിയാത്ത സ്ഥിതിക്ക് പ്രഭാവതിയെ അവൻ സ്വന്തം അമ്മയായി വിശ്വസിക്കുന്നത് കൊണ്ട് മോളെ, നീ വേണം അവന്റെ രക്ഷ ഏറ്റെടുക്കേണ്ടത്. എന്ത് തന്നെ ആയാലും അവനെ നീ രക്ഷിക്കുമെന്ന് ഒരു വാക്ക് നീ എനിക്ക് തരണം. അമ്മ ഇതെന്നോട് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ വിശാൽ സാറിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. സാറിനെ ഞാൻ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ രക്ഷിക്കും. ഇത് പാർവതിയുടെ വാക്കാണ്. ഇതിന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. എനിക്കറിയാം, ജീവൻ പോയാലും നീ അവനെ ആ ദുഷ്ടർക്ക് വിട്ടുകൊടുക്കില്ലെന്ന്. എന്റെയും എന്റെ ഒരു ശാന്തതയ്ക്കും വേണ്ടി വീണ്ടും ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ മോളെ. നീ ഉപാസിക്കുന്ന ഉദയന്നൂരമ്മ നിന്നെ അനുഗ്രഹിക്കട്ടെ. അമ്മേ, മോളെ, നീ ഇതെവിടെ പോകുന്നു? അച്ഛാ, എനിക്ക് വിശാൽ സാറിനെ കാണണം. എന്താ മോളെ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ? അതൊന്നുമല്ല. പിന്നെ മോളെ, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് സാറിനെ ഒന്ന് കാണണം. സാറിനോട് എനിക്ക് ഒരു സത്യം പറയാനുണ്ട്. സത്യമോ? എന്ത് സത്യം? അച്ഛാ, ആ സത്യം അച്ഛനും അറിയേണ്ടത് തന്നെയാ. നീ കാര്യം എന്താന്ന് വെച്ചാ പറയും മോളെ. അച്ഛാ, ദേവമ്മേ ദൈവമേ, ദേവമ്മയെ കൊന്നത് ആരാണെന്ന് എനിക്കറിയാം. അത് മറ്റാരുമല്ല. പ്രഭാവതി. അച്ഛൻ ഇതെങ്ങനെ അറിഞ്ഞു? പ്രഭാവതി അമ്മയാണ് ദേവമ്മയെ കൊന്നതെന്ന് അച്ഛൻ എങ്ങനെ അറിഞ്ഞൂന്ന്? അച്ഛനിത് നേരത്തെ അറിയാമായിരുന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.